ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കോവിഡിനെതിരെ വാക്സിൻ വികസിപ്പിച്ച് സൗദി അറേബ്യ. സൗദി ആദ്യമായി വികസിപ്പിച്ച വാക്സിന്റെ പ്രാഥമിക പരീക്ഷണ ഘട്ടങ്ങളും പരിശോധനയ്ക്കും കടന്ന് ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് സൗദി ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. കോവിഡിനെതിരെ സൗദി ആദ്യമായി വികസിപ്പിച്ച വാക്സിന്റെ ആദ്യഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചതായാണ് റിപ്പോർട്ട്. ഫാർമസ്യൂട്ടിക്കൽ ജേണലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത്. പ്രാഥമിക പരീക്ഷണ ഘട്ടങ്ങളും പരിശോധനയും കടന്ന് വിവിധ തലങ്ങളിൽ അംഗീകാരവും നേടിയ ശേഷം ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. കോവിഡിനെതിരെയായ പോരാട്ടത്തിലെ സുപ്രധാന കാൽവെപ്പാണ് സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ചതിലൂടെ സൗദി നടത്തിയത്. വിദേശ വാക്സിനുകൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ഇതുവരെ 81 ലക്ഷത്തിലധികം ആളുകൾ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞതായും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ മുഴുവൻ പൊതുയിടങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും പ്രവേശിക്കാൻ വാക്സിൻ സ്വീകരിക്കണമെന്ന നിയമം പ്രാബല്യത്തിലായതോടെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു. വാക്സിൻ സ്വീകരിച്ചവരും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ആരോഗ്യ മുൻകരുതൽ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സുബൈറുദ്ദൂർ 24 ദമാം. സൗദിയിൽ ഇന്ന് 1043 കോവിഡ് കേസുകളും 14 മരണവും റിപ്പോർട്ട് ചെയ്തു. 0.98% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1043 കോവിഡ് കേസുകളും 1211 രോഗമുക്തിയുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 1,06,517 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. 0.98% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 14 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 10,393 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിലുള്ളത്. ഇതിൽ 1,396 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ 5,29,995 രോഗമുക്തി നേടിയവർ 5,11,318 മരണസംഖ്യ 8,284 ഉയർന്നു. 96.47% രോഗമുക്തി നിരക്ക്. മക്കയിൽ 214 റിയാദിൽ 192 കിഴക്കൻ പ്രവിശ്യയിൽ 169 മദീനയിൽ 65 കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. സുബൈറുദ്ദൂർ 24 ദമാം. കുവൈറ്റിൽ 785 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 2345 1142 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗം ഭേദമായവരുടെ ആകെ എണ്ണം 3,87,832. രാജ്യത്ത് 9,951 ആക്ടീവ് കേസുകളാണ് നിലവിൽ ഉള്ളതെന്നും ഇവരിൽ 285 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും തടസ്സമില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ ഹമൂദ് അൽ സബ അറിയിച്ചു. ഹൈറിസ്ക് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാമെന്നും കുവൈറ്റിന് പുറത്തുനിന്ന് വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്ക് അവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ അംഗീകാരം ലഭിച്ചെങ്കിൽ കുവൈറ്റിലേക്ക് എത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയിൽ കോവിഡ് പ്രതിരോധം ഉൾപ്പെടെ വിവിധ സേവനങ്ങൾക്കുള്ള തവക്കൽന ആപ്പിൽ പുതിയ സംവിധാനം നിലവിൽ വന്നു. വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് പ്രത്യേക ഹെൽത്ത് സ്റ്റാറ്റസ് അനുവദിക്കുന്നതാണ് പുതിയ സംവിധാനം. അലർജി, വിവിധ രോഗങ്ങൾ എന്നിവയെ തുടർന്ന് വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് പ്രത്യേക ഹെൽത്ത് സ്റ്റാറ്റസ് അനുവദിക്കാനാണ് തവക്കൽന ആപ്പിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. പൊതുയിടങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് ഓഗസ്റ്റ് 1 മുതൽ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് എക്സംപ്റ്റ് അഥവാ ഒഴിവാക്കപ്പെട്ടവർ എന്ന സ്റ്റാറ്റസ് അനുവദിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. ഇത്തരക്കാർക്ക് വാക്സിൻ സ്വീകരിച്ചവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകും. വാക്സിൻ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി നേടിയവർക്കാണ് എക്സംപ്റ്റ് ലഭിക്കുക. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ സൗദിയിൽ 2 കോടിയിലേറെ ജനങ്ങളാണ് തവക്കൽന ആപ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. നസ്രുദ്ദീൻ വിജയ് 24 റിയാദ്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ പങ്കാളിയാകാൻ സൗദി അറേബ്യയ്ക്ക് താൽപര്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് സ്ഥിരമായ പരിഹാരമാണ് ആവശ്യം. ഇതില്ലാതെ മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ കഴിയില്ലെന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം പരിഹാരം കണ്ടെത്തണം. ഇന്നലെയും ഇന്നുമായി നടന്ന ആസ്പൻ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഹൂതികളെ ഉപയോഗിച്ച ഇറാൻ വിധ്വംസക പ്രവർത്തനങ്ങൾ തുടരുകയാണ്. യമനിൽ ഹൂതികൾക്ക് ആയുധം വിതരണം ചെയ്യുന്നത് ഇറാനാണ്. സമുദ്ര ഗതാഗതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾക്ക് പിന്നിലും ഇറാൻ പിന്തുണയുള്ള ഹൂതികളാണ്. അണുവായുധം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇറാൻ നേടില്ലെന്ന് ഉറപ്പുവേണം. അതുവരെ വൻശക്തികളും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെ സൗദി അറേബ്യ പിന്തുണയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയടക്കാത്ത പ്രവാസികൾ കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് തടയാനുള്ള നിർദ്ദേശവുമായി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നു. സ്വദേശികൾക്കും ഇത് ബാധകമാക്കി പിഴയിനത്തിൽ ലഭിക്കാനുള്ള ദശലക്ഷക്കണക്കിന് ദിനാർ കുവൈറ്റ് പൗരന്മാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും ഈ രീതിയിൽ ശേഖരിക്കാനാകുമെന്നാണ് നിർദ്ദേശത്തിൽ പരാമർശമുള്ളത്. നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സൗദിയിലെ ജിദ്ദയിൽ മലപ്പുറം സ്വദേശി കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായതായി സൂചന. കോട്ടയ്ക്കൽ വലിയ പറമ്പ് സ്വദേശി കുഞ്ഞലവി എന്ന ഉണ്ണി നമ്പ്യാടത്താണ് കൊല്ലപ്പെട്ടത്. ജിദ്ദയിലെ അൽ മലംക എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ ഈജിപ്ഷ്യൻ പൗരൻ പിടിയിലായി എന്നാണ് റിപ്പോർട്ടുകൾ. കുത്തേറ്റ് കാറിൽ മരിച്ച നിലയിൽ സുഹൃത്തുക്കളാണ് കണ്ടെത്തിയത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി നോർക്കയുമായി സഹകരിച്ച് വെർച്വൽ മീറ്റ് സംഘടിപ്പിച്ചു. സ്ഥാനപതി സിബി ജോർജ്, എംബസിയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, നോക്ക ആൻഡ് ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ, നോർക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനങ്ങളുമായി എംബസികളുടെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ദമാം അൽമുന്ന സ്കൂൾ അനുമോദിച്ചു. ആശിഷ് ഷിബു, സുമയ്യ മുഹമ്മദ്, ഹിമ ബൈജുരാജ്, നബീൽ അഹമ്മദ് എന്നിവർ സ്കൂളിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. പ്രിൻസിപ്പൽ ഇൻചാർജ് അബ്ദുൽ ഖാദർ മാസ്റ്റർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിൽ ലോക്ഡൌൺ ഇളവുകൾ നാളെ മുതൽ. ലോക്ഡൌൺ നിർണയ രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. തീരുമാനത്തെ പ്രതിപക്ഷവും വ്യാപാരി സംഘടനകളും സ്വാഗതം ചെയ്തു. ഇളവ് അനുവദിക്കരുതെന്ന് കേന്ദ്ര വിദഗ്ധ സംഘം ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. കടകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമൊക്കെ ഇനി രാത്രി 9 വരെ തുറന്നിരിക്കും. ഉടമകൾ കടയിൽ എത്ര ജീവനക്കാർ വാക്സിൻ എടുത്തെന്ന ബോർഡ് പ്രദർശിപ്പിക്കണം. കടയിലേക്ക് കയ്യും വീശി ചെല്ലാമെന്നും കരുതേണ്ട. 1 ഡോസ് വാക്സിൻ ഒരാഴ്ച മുമ്പെങ്കിലും എടുത്ത രേഖ കരുതണം. ഇല്ലാത്തവർക്ക് 72 മണിക്കൂറിനകമുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. 1 മാസം മുമ്പ് കോവിഡ് വന്നുപോയതിൻ്റെ രേഖയായാലും മതി. ഓൺലൈൻ ഭക്ഷണ വിതരണം രാത്രി 9:30 വരെയുണ്ട്. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല. തുറസായ സ്ഥലങ്ങൾ, വാഹനങ്ങൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. സർവകലാശാല പരീക്ഷകളും കായിക പരിശീലനങ്ങളും അനുവദിക്കും. ആരാധനാലയങ്ങളിൽ പരമാവധി 40, മരണത്തിനും വിവാഹത്തിനും 20 എന്നിങ്ങനെ ആളുകൾക്ക് പങ്കെടുക്കാം. ലോക്ക്ഡൗൺ നിർണയത്തിന് TPR-ന് പകരം WIPR അടിസ്ഥാനമാക്കും. വാക്സിനേഷന്റെ പുരോഗതിയും കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 1000 പേരിൽ 10-ൽ കൂടുതൽ രോഗികൾ ഒരാഴ്ച ഉണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗണും മറ്റുള്ള ഇടങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ടാകും. സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഉള്ള മരണത്തെ സംബന്ധിച്ച പരിശോധന നടത്തുമെന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ, ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വ്യാപാരി സംഘടനകളും സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്തു. സമരം ഉപേക്ഷിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് T നസ്രുദ്ദീൻ. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിനെ തുടർന്ന് ഇന്നു മുതൽ കേരളത്തിൽ വ്യാപാരികൾ നടത്താനിരുന്ന സമരപരിപാടികൾ മുഴുവനും നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കരുതെന്നും കർശനമായി നടപ്പാക്കുകയാണ് വേണ്ടതെന്നും കേരളം സന്ദർശിച്ച കേന്ദ്ര വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. രോഗികൾ ഗൃഹനിരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും ക്വാറന്റൈൻ പാലിക്കുന്നില്ല. ഇത് രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. B. ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം.
സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മുഹറം, ഓണം, ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, ദുർഗപൂജ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഇളവുകൾ നിയന്ത്രിക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ആഘോഷങ്ങൾ സൂപ്പർ സ്പ്രെഡർ ആകാൻ ഇടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രാദേശിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കത്തയച്ചു എന്നാണ് വാർത്ത. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കടുത്ത മുന്നറിയിപ്പാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ടാണോ ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? പ്രജിൻ, എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കുമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇനി വരുന്ന ആഴ്ചകളിലെല്ലാം തന്നെ പല സംസ്ഥാനങ്ങളിലും ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഓണമടക്കമുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ പ്രാദേശിക നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും ആരോഗ്യ മന്ത്രാലയം നൽകുന്നു. ഈ ആഘോഷങ്ങളെല്ലാം തന്നെ സൂപ്പർ സ്പ്രെഡർ ആകാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സൂപ്പർ സ്പ്രെഡ് ആകാനുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ടെസ്റ്റ്, ട്രാക്കിംഗ്, ട്രീറ്റിംഗ്, അതോടൊപ്പം തന്നെ വാക്സിനേഷനും കൂടാതെ കോവിഡ് മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാൾ സ്വീകരിച്ച നേട്ടങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കണം എന്ന് തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ചും പ്രതിവാര കേസുകൾ വർദ്ധിച്ചതും വൈറസ് വ്യാപനത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്ന നമ്പർ ഉയർന്നതും ഇത്തരത്തിൽ ആശങ്കയിടയാക്കുന്നുണ്ട്. മൂന്നാം തരംഗത്തിന്റെ സൂചനകളാണെന്നൊരു പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലാണ് ഇപ്പോഴും പ്രതിദിന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓണമടക്കമുള്ള ആഘോഷങ്ങളിൽ നിയന്ത്രണങ്ങൾ വേണം എന്നൊരു നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിമാർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വാർത്ത നൽകിയത്. കേരളത്തിൽ ഇന്ന് 22,414 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 19,478 പേർ ഇന്ന് രോഗമുക്തരായി. 11.37% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 108 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 17,211 മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 3,691 പേർക്കാണ് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ രോഗികളുടെ എണ്ണം 2,000-ന് മുകളിലാണ്. 87 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം 4 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കേരള ഹൈക്കോടതി. 11ാം പ്രതി പ്രദീപിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിർദ്ദേശം. 2 വർഷത്തിലധികമായി പ്രതികൾ ജയിലിൽ കഴിയുകയാണെന്നും കോടതി പറഞ്ഞു. കേസിൽ CPIM പ്രാദേശിക നേതാക്കളെ ജൂണിൽ CBI ചോദ്യം ചെയ്തിരുന്നു. CPIM പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയെയും പനയാൽ സഹകരണ ബാങ്ക് സെക്രട്ടറി KV ഭാസ്കരനെയുമാണ് അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ഡൽഹി പുരാന നംഗലിൽ പീഡനത്തിനിരയായ കൊല്ലപ്പെട്ട 9 വയസ്സുകാരിയുടെ കുടുംബത്തിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമരവേദിയിലെത്തി. നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. വേദിയിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ ആദേശ് ഗുപ്തയ്ക്ക് നേരെ പ്രതിഷേധവും ഉണ്ടായി. കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണയുമായി അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി എത്തിയത്. കുട്ടിയുടെ അച്ഛനമ്മമാരുമായി അരമണിക്കൂറോളം രാഹുൽ കാറിലിരുന്ന് സംസാരിച്ചു. ഇരുവരും രാഹുലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. നീതി ലഭിക്കും വരെ പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് രാഹുൽ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ ആദേശ് ഗുപ്ത പിന്തുണയുമായി എത്തിയപ്പോൾ മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട നാട്ടുകാർ പ്രതിഷേധിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വേദിയിലെത്തി പെൺകുട്ടിയുടെ അമ്മയെ കണ്ടു. സംസാരിക്കാൻ തുടങ്ങിയതോടെ തിക്കിലും തിരക്കിലും പെട്ട വേദി തകർന്നു. അതോടെ കെജ്രിവാൾ ഉടൻ മടങ്ങി. ദളിത് പെൺകുട്ടിയുടെ പീഡന കൊലപാതകത്തിൽ 48 മണിക്കൂറിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ബാലാവകാശ കമ്മീഷൻ സൗത്ത് വെസ്റ്റ് DCPക്ക് നോട്ടീസ് അയച്ചു. മണിക്കൂറുകൾ പിന്നിടുന്തോറും പിന്തുണയേറുകയാണ് പ്രതിഷേധത്തിന്. എന്നാൽ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. പുരാനി നംഗലിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഡൽഹിയിൽ 9 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് കുട്ടിയുടെ അമ്മ 24നോട് പറഞ്ഞു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചതായും കുട്ടിയുടെ അച്ഛനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും കുടുംബം ആരോപിച്ചു.
വെള്ളം ശേഖരിക്കാൻ പോയ പെൺകുഞ്ഞിനെ മിനിറ്റുകൾക്ക് ശേഷം മരിച്ച നിലയിലാണ് അമ്മ കണ്ടത്. അപ്പോഴേക്കും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. थोड़ा मुँह खुला है, लीले स्या काले होठ हो गए, बाकी होठ काले पड़ गए, थोड़ी कुड़साट हाथ में आ रही है बच्ची के, और मतलब गीले कपड़ा हो रहे बच्ची के. ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പോലീസിനെ വിളിക്കാനോ സമ്മതിച്ചില്ല. സമ്മതമില്ലാതെ തന്നെ മൃതദേഹം സംസ്കരിച്ചു. अपनी मर्जी तो करा, हमारी मर्जी तो कुछ नहीं करा. हम नहीं करते रहिए बिना बेटी का अपने आप करा था. പോലീസിന്റെ ഭാഗത്ത് കടുത്ത അനാസ്ഥയുണ്ടായി. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു. पुलिस बुलाई थी, हमारे बड़े भैया जी ने, अरदाल भैया जी ने पुलिस बुलाई थी. पुलिस आई थी, पंडित जी बचा रहे थे. पंडित जी चारों लोगों ने ये पुलिस वाले बचा रहे थे, हाथ नहीं लगाने दे रहे, मारन नहीं दे रहे, तोड़न नहीं दे. तो फिर हमारे समाज भैया ने तोड़ा दरवाजा. പോലീസ് മർദ്ദിക്കുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും ചെയ്തതായി അച്ഛൻ പറഞ്ഞു. वो तो लिखना पढ़ाई में कर रहे थे, वो आया शूट कर रहा था, 1.5 नहीं मार रहा. मैं बोला ही नहीं, मैंने कि ना पुलिस वाले कुछ नहीं बोला, तो मैं क्या करूँ. फिर मैंने इसकी रिपोर्ट में दूंगा. സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ കുടുംബത്തിന് നേരെയുണ്ടായത്. കുടുംബത്തിലെ ഏക മകളാണ് മരിച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. പുരാനീനങ്കോളിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഫോൺ ചോർത്തൽ, 9 വയസ്സുകാരിയുടെ കൊലപാതകം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. പ്രതിഷേധവുമായി നടുത്തളത്തിൽ അംഗങ്ങൾ ഇറങ്ങിയതിനെ തുടർന്ന് രാജ്യസഭ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. നടുത്തളത്തിലിറങ്ങിയ 6 TMC അംഗങ്ങളെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു. ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം മൂലം സഭാ നടപടികൾ ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. I am trying to dispose of one after another. If you want all this to be disposed of, all these notices, Sivadasan, Sukhen Sekhar Rai, Mallikarjun Kharge, K.C. Venugopal, Yelamaram, Karim, Binay Viswam, they are not admitted. റൂൾ 286 പ്രകാരം ഡൽഹിയിൽ 9 വയസ്സുകാരി കൊല്ലപ്പെട്ട വിഷയത്തിൽ ബിനോയ് വിശ്വം നൽകിയ നോട്ടീസാണ് രാജ്യസഭ ആദ്യം പരിഗണിച്ചത്. ചെയർമാൻ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഫോൺ ചോർത്തൽ, കർഷക സമരം, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിലെ നോട്ടീസുകളും തുടർന്ന് തള്ളി. ഇതേ തുടർന്നാണ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയത്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ പ്ലാക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങൾ മടങ്ങണമെന്ന് ചെയർമാൻ റൂളിംഗ് നൽകി. അപ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം ശക്തമാക്കി. തുടർന്നാണ് റൂൾ 285 പ്രകാരം 6 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത്. രാജ്യസഭയിൽ ബഹളം ശക്തമായതിനെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. ലോക്സഭയിലും സമാനമായിരുന്നു സാഹചര്യം. 9 വയസ്സുകാരി കൊല്ലപ്പെട്ട വിഷയം, ഫോൺ ചോർത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നൽകിയില്ല. തുടർന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമായി മാറി. തുടർച്ചയായ 12ാം ദിവസമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി. ചന്ദ്രിക ദിനപത്രം പണമിടപാട് കേസിലാണ് ED വീണ്ടും നോട്ടീസ് അയച്ചത്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇതിനു മുൻപ് 2 തവണ ED ഹൈദരലി തങ്ങളുടെ മൊഴിയെടുത്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ ഗുരുതര ആരോപണവുമായി KT ജലീൽ രംഗത്ത്. ലീഗിനെയും ലീഗിന്റെ സ്ഥാപനങ്ങളെയും കള്ളപ്പണം വെളുപ്പിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാണക്കാട്ടെത്തി ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും KT ജലീൽ ആരോപിച്ചു. ED പാണക്കാട് എത്തിയെന്ന് സംബന്ധിച്ച PK കുഞ്ഞാലിക്കുട്ടി പക്ഷേ ജലീലിന്റെ ആരോപണങ്ങൾ തള്ളി. രേഖകൾ ഹാജരാക്കാതെ നിക്ഷേപിച്ച പണം AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴും ഉള്ളവരുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഹാഷിക്ക് പാണ്ടിക്കടവത്ത് ഹൗസ് എന്നുള്ള വ്യക്തിയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മകനാണ് ഹാഷിക്ക്. അപ്പോൾ NRE ഈ അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി വന്ന ലീഗലായ 100% ലീഗലായ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് AR ബാങ്കിൽ ഉണ്ട്. അത് ഈ നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് നിർബന്ധിച്ചപ്പോൾ ഓരോ സമയത്ത് കൊടുത്തതാണ്. അത് മാത്രമേ ഉള്ളൂ. 100% ലീഗലാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു അതിന് നിങ്ങൾക്ക് അധികാരമില്ല എന്ന്.
എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് അത്തരം ചെറിയ അധികാരങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാനും തീരുമാനിച്ചിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടക്കം വിധിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നിലകൊള്ളുന്നൊരു കാര്യമാണ്. സർക്കാരിന് അത്തരമൊരു വിവേചനാധികാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. This is 24 from Flowers Group.